ഈ അസ്മാഉൽ ഹുസ്നയ്ക്ക് 99 ഇസ്മുകളാണ് സാധാരണയിലുള്ളത്. ഏറ്റവും സുപ്രധാനമായ അള്ളാഹുവിന് അത്രയും ഇസ്മുകളാണ് ഉള്ളൂ എന്നല്ല അതിനർത്ഥം. മറിച്ച് 99 തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മുകളാണ് ഈ അസ്മാഉൽ ഹുസ്ന. വിശുദ്ധ ഖുർആൻ തന്നെ വലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനത്തെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ധാരാളം പുണ്യങ്ങൾ കരസ്ഥമാവുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഇസ്മാണ് അല്ലാഹ് എന്നുള്ള യാ അല്ലാഹ് എന്നുള്ള ഇസ്മു. ഈ ഇസ്മിന് വലിയ പ്രത്യേകതകൾ അല്ലാഹു തആല വച്ചിട്ടുണ്ട്. യാ അല്ലാഹു യാ ഹു എന്നൊരാൾ 1000 വട്ടം നിത്യമായി ചെല്ലുന്നതായി കഴിഞ്ഞാൽ ആ ചെല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യഖീൻ അഥവാ ഈമാനിലുള്ള ഉറപ്പ്, നമ്മൾക്ക് പല കാര്യങ്ങൾക്കും വിശ്വാസമുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഉറപ്പ് വളരെ കുറവാണ്. നമ്മൾ പറയും എല്ലാം നടത്തുന്ന അല്ലാഹു തആലയാണ്, എല്ലാം ചെയ്തു തരുന്നവൻ അല്ലാഹുവാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് നടക്കാതെ വന്നാൽ ഉടനെ തന്നെ നമ്മുടെ സ്വഭാവം അങ്ങ് മാറും. അപ്പൊ ഈ അല്ലാഹുവാണ് നടത്തി തരുന്നതെന്നും അള്ള എനിക്കത് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഉണ്ടാകാത്തെന്നുള്ള ചിന്തയല്ല. പിന്നെ ദുഃഖമായി, പ്രയാസമായി, വിഷമമായി, മറ്റുള്ളവരോട് അവലാതി പറയലായി ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി നടക്കുന്നതാണ്. ഈ ജാതി ഒരു സ്വഭാവവുമില്ലാതെ നല്ല യഖീനുള്ള ഈമാൻ നമുക്കുണ്ടാകുന്നതിന് യാ അല്ലാഹു യാ ഹു എന്നൊരാൾ നിത്യമായി 1000 വട്ടം ചെല്ലിയാൽ മതി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.